ഹായ് നമസ്കാരം. വളരെ രസകരമായിട്ടുള്ള ഒരു വീഡിയോ. കുറച്ച് നാൾക്ക് മുമ്പ് നമ്മുടെ BJPയുടെ വക്താവായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ അവര് ഈ PC ജോർജിനെ കുറിച്ചിട്ട് ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അതായത് PC ജോർജ് മറ്റു പാർട്ടികളിൽ നിന്ന സമയത്ത് സ്ത്രീകൾക്കെതിരെ ഒരു പരാമർശം നടത്തി. കാരണം സ്ത്രീ കാര്യത്തിൽ നമ്മൾ കുറച്ച് വീക്കാണ് എന്നുള്ളത് അറിയാലോ അല്ലേ. അത് ഒരുപാട് സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളൊക്കെ PC ജോർജിന്റെ പല വാർത്തകളും നമ്മൾ കണ്ടിട്ടുണ്ട്. സ്ത്രീകളുടെ പൊതുമധ്യത്തിൽ അപമാനിക്കുന്ന തരത്തിലുള്ള വർത്തമാനങ്ങൾ ഇദ്ദേഹം പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ കീർവാണം മുഴക്കാനും വെല്ലുവിളിക്കാനും കേരളത്തിൽ PCI കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറൊരാളും. ഇപ്പം എന്താണെങ്കിലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കുറെ കാലമായിട്ട് പൂഞ്ഞാറിലെ ജനങ്ങൾ ഈ പറയുന്ന വിഴുപ്പ് സാധനത്തിന് വീട്ടിൽ ഒരു മൂലക്കിരുത്തിയിരിക്കുകയാണ്. പിന്നെ PC ജോർജിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ വേറൊരു കാര്യമുണ്ട്. കാരണം എല്ലാ മതസ്ഥരുമായിട്ട് അത്രയധികം ബന്ധമുള്ള ഒരാളാണ്. അതോടൊപ്പം തന്നെ ജാതിമത ഭേദമന്യേ എല്ലാവരോടും പ്രവർത്തിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ മനസ്സിൽ ജാതിയോ അങ്ങനെ വിവേചനമോ ഒന്നുമില്ലാത്ത കേരളത്തിൽ കറ തീർന്ന തികഞ്ഞ ഒരു രാഷ്ട്രീയ നേതാവ് ആണ് ഈ PC ജോർജ്. പക്ഷേ ഇപ്പം നമ്മുടെ BJPയുടെ ആൾക്കാർക്കൊന്നും ഈ ലവ് ജിഹാദിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഈ മറ്റു മതസ്ഥിലുള്ള സ്ത്രീകളെ കൺവേർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നതിനെ കുറിച്ചിട്ടോ ഒന്നും പറയാൻ ഒരു അധികാരവും ഇല്ല എന്നുള്ളതാണ്. കാരണം PC ജോർജിന്റെ മകൻ ഷോൺ ജോർജ് വിവാഹം ചെയ്തത് നമ്മുടെ ജഗതിയുടെ മകളെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാലോ അല്ലേ. കാരണം അതിനുശേഷം ജഗതിയുടെ മകളെ എന്തുകൊണ്ടാണ് ഈ PC ജോർജ് ആ മതത്തിൽ നിർത്താതെ PC ജോർജിന്റെ മതത്തിലേക്ക് കൊണ്ടുവന്നത്? അപ്പൊ ഇതൊക്കെ ചോദ്യം ചെയ്യാൻ ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കന്മാർക്കോ അല്ലെങ്കിൽ BJPക്കോ ഒന്നും യാതൊരുവിധ തരത്തിലുള്ള ധാർമ്മികതയും ഇല്ല. സത്യം പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങളെ വഞ്ചിക്കുകയാണ്, അല്ലെങ്കിൽ ഹൈന്ദവ സഹോദരങ്ങളെ ദൈവവിശ്വാസം പറഞ്ഞുകൊണ്ട് പറ്റിക്കുകയാണ് ഈ കൂട്ടരെന്നുള്ളത് മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ വരും കാലങ്ങൾ അത് എല്ലാവർക്കും, ന്യൂനപക്ഷങ്ങൾക്കും ഈ പറയുന്ന ഹൈന്ദവ സഹോദരങ്ങളിൽ താഴ്ന്ന ആൾക്കാർക്കൊക്കെ ഇവരെട്ടിൻ്റെ പണി അത് കൊടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും PC എന്ന് പറയുന്നതിൻ്റെ ഒരു ഫുൾ ഫോം എന്താണെന്നുള്ളത് നമ്മുടെ ശോഭ ചേച്ചി തന്നെ പല ഘട്ടങ്ങളിലും നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട് അല്ലേ. PC എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ അത് ഞങ്ങളെ ഒരാൾ പറഞ്ഞെങ്കിൽ അതിന് കേരളത്തിലുള്ള മൊത്തം ജനങ്ങളും പറയാതിരിക്കണമെന്നുണ്ടെങ്കിൽ കയ്യിലിരിപ്പ് നന്നാക്കണമെന്നാണ് പറഞ്ഞത്. ഇപ്പം എന്താണെങ്കിലും കയ്യിലിരിപ്പ് നന്നാക്കിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ കേരളത്തിലെ പൊതുജനങ്ങൾ ആ PC എന്നുള്ള ഫുൾ ഫോം അതങ്ങോട്ട് പൂരിപ്പിച്ച് അങ്ങോട്ട് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം അതേ അദ്ദേഹത്തിന് ചേരത്തുള്ളൂ. അട്ടുംതോലിട്ട ചെന്നായ അല്ലെങ്കിൽ ഓന്തിൻ്റെ നിറം മാറുന്നു എന്നൊക്കെ നമ്മൾ PC ജോർജിനെ വർണ്ണിക്കുമ്പോൾ ആ ഓന്തും അല്ലെങ്കിൽ ഈ പറയുന്ന കാട്ടുപോത്തും ഒക്കെ നമുക്കെതിരെ ചിലപ്പോൾ കേസുമായിട്ട് നാളെ കോടതിയിലേക്കൊക്കെ പോകാൻ സാധ്യത. കാരണം ഇദ്ദേഹത്തിൻ്റെ പേര് അതിന് പോലും സഹിക്കത്തില്ല എന്നുള്ളതാണ്. എന്താണെങ്കിലും വളരെ രസകരമായിട്ടുള്ളൊരു വീഡിയോ മനോരമ ചാനലിനകത്ത് PC ഈ ചാണാക്കുഴിയിൽ വീണതിന് ശേഷം ഒരു ഇൻ്റർവ്യൂവിൽ ചെന്നിട്ട് ചോദിക്കുകയാണ്, ഈ ഒരു വാർത്ത സാറ് കണ്ടല്ലോ അല്ലേ? കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് ഇതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ തരംഗമാകുന്നത്. അന്നേരം PC ജോർജ് ഇതിനെക്കുറിച്ചിട്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഉളുപ്പോ മാനവോ ഉസുറോ ഇല്ലാത്ത ഇവൻ്റെയൊക്കെ മുമ്പിൽ ഇനി ഇതല്ല ഇതിൻ്റെ അപ്പുറം പറഞ്ഞാലും, സ്വന്തം സമുദായത്തെ തള്ളി പറഞ്ഞാലും, തന്തയും തള്ളയെ പറഞ്ഞാൽ പോലും അതൊന്നും ഇവനിക്കൊന്നും ഒരു പ്രശ്നമേ അല്ല. കാരണം ഇവരുടെയൊക്കെ നിലനിൽപ്പും ആ നിലനിൽപ്പ് ഇപ്പം ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ചാണാക്കുഴിയിൽ മാത്രമേ ഉള്ളൂ ഇവർക്കൊരു അഭയം. എന്താണെങ്കിലും ആ ചാണാക്കുഴിയും നശിപ്പിച്ച് നാരായണക്കല്ല് ഇടിയിച്ചട്ടെ ഈ സാധനം ഇനി ഇതിനകത്ത് നിന്ന് കളം വിടത്തുള്ളതെന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹം ഇതിനു മുമ്പും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നതും അത് തന്നെയാണ്. എന്താണെങ്കിലും നമുക്ക് വീഡിയോ കാണാം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കാം. നേരെ വീഡിയോയിലേക്ക്. ഒരു നാണം കെട്ട ഒരു നേതാവ് കേരളത്തിൽ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് കാണാൻ സാധിച്ചു. അദ്ദേഹത്തിന്റെ പേര് PC ജോർജ് എന്നാണ്. PC ജോർജിന്റെ പേരിന്റെ ഇനീഷ്യലിന്റെ ഫുൾ ഫോം അത് ഞാനല്ല പറഞ്ഞത്. ഒരു സമുദായ സംഘടനയുടെ നേതാവ് പരസ്യമായി പ്രസംഗിച്ചത് PC ജോർജിനെ പരമചറ്റ എന്ന് വിളിച്ചിട്ടാണ്. അപ്പോ അത് എല്ലാവരും കൂടി വിളിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ബഹുമാനപ്പെട്ട PC ജോർജ് സ്വയം അതപ്പതിക്കരുത് എന്ന് പറയാൻ ഈ BJPയിലേക്ക് പോയത് വന്നപ്പോഴത്തേക്കും ആദ്യം സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിച്ച ഒരു വീഡിയോ ഇതാണ്. അപ്പൊ എന്താണ് അതിനോട് പ്രതികരിക്കുന്നത്? ശോഭാ സുരേന്ദ്രൻ വർഷങ്ങൾ ഏതൊരു 15 വർഷം മുമ്പ് പറഞ്ഞ കാര്യമാണ്. അന്ന് ഏതൊരു ഇഷ്യൂ ഞാൻ പറഞ്ഞത് സ്ത്രീ വിരുദ്ധമാണെന്നും പറഞ്ഞാണ് അവർ പറഞ്ഞത്. അതിന് എത്ര പ്രാവശ്യം ഞങ്ങൾ കണ്ടിട്ടുണ്ട്, എത്ര പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്, എത്ര പേഴ്സണലായിട്ട് അടുപ്പം ബന്ധമുണ്ട്. ഈ അടുത്ത കാലിൽ തമിഴ്നാട്ട് വന്നപ്പം എന്നെ വിളിച്ചവർ വരുന്നു പറഞ്ഞ് ഞാൻ പോയി കാണുകയും ചെയ്തു. അതിൻ്റെ കുഴപ്പം ഒരു പ്രഗത്ഭയായ സ്ത്രീയാണ്, വളരെ ശക്തമായി പ്രവർത്തിക്കുന്ന. ഈ സ്ത്രീ സമൂഹത്തിൽ ഇത്രയും ഉന്നതമായ നിലയിലെത്തിയ ഒരു നേതാവുണ്ടോയെന്ന് സംശയമാണ്. ഞാൻ അവരെ അങ്ങനെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല. PC എന്നുള്ളതിന്റെ ഒരു ഫുൾ ഫോം എന്താണെന്നുള്ളത് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. ശരിക്കുമുള്ള ഫുൾ ഫോം അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി പറയാമോ? പ്ലാത്തോട്ടത്തിൽ ചാക്കോച്ചൻ മകൻ PC ജോർജ്, മനസ്സിലായോ?
പ്ലാത്തോട് ചാക്കോച്ചൻ മകൻ ജോർജ് എന്നാണ് പേര്. അതാണ് യഥാർത്ഥം. അപ്പം കേരള രാഷ്ട്രീയത്തിൽ ഒത്തിരി പി സിമാരുണ്ട്. പി സി ചാക്കോയുണ്ട്, പി സി തോമസ് ഉണ്ട്. പക്ഷെ പി സി എന്ന് പറഞ്ഞാൽ അത് മലയാളികൾക്ക് പി സി ജോർജ് തന്നെയാണ്. അപ്പം ആരൊക്കെ അങ്ങനെ പി സി എന്ന് വിളിക്കുന്ന ആളുകൾ ആരൊക്കെയാണ് ഉള്ളത്? ഒരുമാതിരി എല്ലാവരും, ഉമ്മൻചാണ്ടി ഉൾപ്പെടെ എല്ലാവരും എന്നെ പി സി എന്നാണ് വിളിക്കുന്നത്. എല്ലാ ഈ MLA-മാരും മന്ത്രിമാരെല്ലാവരും പി സി എന്നാണ്. അതായത് ഇപ്പം പിണറായി വിജയൻ പി സി എന്ന് പറയാറുള്ളൂ. അങ്ങനെ എല്ലാവരും എന്നെ പി സി എന്നാണ് വിളിക്കുന്നത്. അതങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് പോയെന്നേ, അതാണ് സത്യം. ഇപ്പം പി സി എന്ന് വിളിക്കുന്ന രാഷ്ട്രീയ നേതാക്കളുണ്ട്, പക്ഷേ പൂഞ്ഞാറുകാർക്ക് ആശാനാണ്. അപ്പം വീണ്ടും ഒരു രാഷ്ട്രീയ വനവാസം കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. അപ്പം വനവാസം ഇപ്പം തന്നെ കൊല്ലിഞ്ഞൻ വനവാസമൊന്നും ഇല്ല. ഞാൻ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നു. പക്ഷേ ഒരു 1.5 മാസമായിട്ട് ഞാൻ മിണ്ടിയില്ല. എന്താണെന്ന് വെച്ചാൽ എൻ്റെ മനസ്സിൽ തോന്നുക, എന്തിനു വെച്ചാൽ എല്ലാത്തിലും കയറി പ്രത്യേകിച്ച് വഴക്കുണ്ടാക്കുന്നില്ല. ഞാൻ സ്ഥിരം വഴക്കുമായിട്ട് ഉണ്ടാക്കി. എന്തിന്? അതുകൊണ്ട് എനിക്ക് ഗുണമില്ല, നാടിനോ ഗുണമില്ല, ആർക്കും ഗുണമില്ല. പിന്നെ ഈ തെറ്റ് കാണുമ്പോൾ അറിയാതെ പറഞ്ഞു പോകും. ഞാൻ പറയുന്നത് എന്നോട് പണം കണ്ട. എൻ്റെ പേര് ഞാൻ ആരോടും ഒരു വൈരാഗ്യം എനിക്കില്ല. ഒരു മനുഷ്യനെ ഞാൻ ഉപദ്രവിക്കാൻ പോയി നടക്കാറില്ല. വൈരാഗ്യത്തോട് പെരുമാറാറുമില്ല. അതിന് ചോദിച്ചു, ഏതെങ്കിലും വ്യക്തി പറയട്ടെ ഞാൻ വൈരാഗ്യത്തോട് പെരുമാറും. പല കാലങ്ങളിലുമൊക്കെ പല കാര്യങ്ങളും വെട്ടി തുറന്ന് പറഞ്ഞിട്ടുള്ളയാളാണ് പി സി ജോർജ്. ഇനി അങ്ങനെ ഒരു സംസാരം വേണ്ട, കുറച്ചുകൂടി ജാഗ്രത പുലർത്തണമെന്നുള്ളതാണോ? അതൊരു മര്യാദയില്ലേ? കാരണം എന്താ വെച്ചാൽ ഞാൻ പ്രായത്തെ ഞാൻ ബഹുമാനിക്കേണ്ടേ, എൻ്റെ പ്രായത്തെ ഞാൻ ബഹുമാനിക്കേണ്ടേ. ഞാനിപ്പോഴും 16കാരൻ്റെ കൂട്ട് വർത്തമാനം പറഞ്ഞ മര്യാദയുള്ളൂ. അതാണ് വളരെ, അതിനകത്ത് വേറെ കാര്യമില്ല. പിന്നെ ഇനിയും പിള്ളേർ വരട്ടെന്നേ. ഞാൻ 1.5 മാസം മാറി നിന്നാലോ എന്ന് ആലോചിച്ചത് ഈ ചെറുപ്പക്കാർ വരട്ടെന്നേ. കാരണം ചാനൽ ചർച്ച എന്നെ ചോദിച്ചു, ചാനൽ കയറി വിളിച്ച് ഞാൻ പോകല. ഞാൻ വീട്ടിൽ ആളെ വിളിക്കാം, പിള്ളേരെ വിളിക്കാൻ പറയും. എന്തിനെന്ന് ഞാൻ തന്നെ സ്ഥിരം പോന്നു. ഇപ്പോൾ ഈ BJP പ്രവേശനമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പോകാതിരിക്കാൻ പറ്റില്ല. അത് കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ബാധ്യത എനിക്കുണ്ട്. ഇപ്പം പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്നൊന്നും ഇല്ല. കാരണം PC ആരാണ് എന്നുള്ളത് ശോഭാ സുരേന്ദ്രൻ തന്നെ അതിൻ്റെ ഒരു ഫുൾ ഫോം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. PC എന്നുള്ളത് അതിനിപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ വരെ ഒരു പക്ഷേ ചിലപ്പം ആ PC എന്നുള്ള ഫുൾ ഫോം ഇനി മറക്കത്തില്ല. കാരണം അവർക്ക് വരെ സുപരിചിതനാണ് ഇപ്പം നമ്മുടെ കേരളത്തിൻ്റെ ഈ പറയുന്ന PC. അപ്പോൾ പൂഞ്ഞാറിലുകാർക്ക് PC എന്ന് പറഞ്ഞാൽ അത് ആശാൻ എന്നാണ്. അപ്പോൾ ആ ആശാനെയാണ് പൂഞ്ഞാറ്റിലെ ജനങ്ങൾ അടിച്ച് മൂലക്ക് കയറ്റി ഒരു സൈഡിൽ ഇരുത്തിയത്. അപ്പോൾ നിക്കക്കള്ളി ഇല്ലാതെ വന്നപ്പോഴത്തേക്ക് ഇപ്പം മകനെയും എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കൊണ്ട് തിരികണമല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന BJP കുറച്ച് വർഗീയത അങ്ങോട്ട് പറഞ്ഞാലും വിഷയമില്ല. ഇനിയിപ്പോൾ എൻ്റെ സമുദായത്തിലുള്ള ആൾക്കാരെ അങ്ങോട്ട് മോശമാക്കിയാലും എനിക്കൊന്നും പ്രശ്നമില്ല. പക്ഷേ എനിക്കും എൻ്റെ മകനും നിലനിൽപ്പാണ് ആവശ്യം. കാരണം PCയെ സംബന്ധിച്ച് നിലനിൽപ്പ് തന്നെയാണ് PCയുടെ ഏറ്റവും വലിയൊരു ലക്ഷ്യം. അപ്പോൾ ആ ഒരു നിലനിൽപ്പിന് വേണ്ടിയാണ് ഇപ്പോൾ സ്വന്തം പാർട്ടിയായ ഈ ജനപക്ഷം, അതായത് ജനങ്ങളില്ലാത്ത ജനപക്ഷം പിരിച്ചു വിട്ടിട്ട് ഈ പറയുന്ന സെപ്റ്റിക് ടാങ്ക് നേരെ പോയിട്ട് ചാണാക്കുഴിയിലേക്ക് ലയിച്ച് ചേർന്നിരിക്കുന്നത്. ഇനി ഇതിനകത്ത് വരാൻ പോകുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2024 തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി കേരളത്തിൽ ഈ ഒരു സാധനത്തിനൊരു തീരുമാനം ഉണ്ടാക്കി തന്നിട്ട് നമ്മുടെ ഈ PC അണ്ണൻ ഇതിൽ നിന്ന് കളം വിടത്തുള്ളൂ. കാരണം എവിടെയൊക്കെ പോയിട്ടുണ്ട് അവിടെ എല്ലാം നശിപ്പിച്ച് കുഴിച്ച് കുളം തോണ്ടിയിട്ടാണ് ഈ പറയുന്ന PC എന്ന് പറയുന്ന ഈ ഒരു സാധനം അവിടെ നിന്നെല്ലാം ഇറങ്ങിപ്പോയിട്ടുള്ളത്. അപ്പോൾ എന്താണെങ്കിലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ശോഭാ സുരേന്ദ്രൻ അന്ന് പറഞ്ഞ ആ ഒരു കാര്യം അത് ഇന്ന് PC ജോർജിനെ കൊണ്ട് കാണിച്ചിട്ട് അത് ചോദിക്കുമ്പോഴത്തേക്ക് എന്താ പറയുക, ഉളുപ്പെന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. ഉളുപ്പെന്ന് പറഞ്ഞൊരു സാധനം അത് ആണായി പറന്നവർക്കേ ഉണ്ടാകത്തുള്ളൂ. ഈ ആണും പെണ്ണും കെട്ട് ജനിച്ചവർക്ക് ആ ഒരു സാധനം ഉണ്ടാകാൻ സാധ്യമില്ല. അപ്പോൾ അങ്ങനെ ഒരു സാധനത്തിന് ഇനി ഇതല്ല, ഇനി ഇതൊക്കെ തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ വിളിച്ചാൽ പോലും അതൊന്നും അവർക്കൊരു പ്രശ്നമല്ല. കാരണം ഇവരുടെയൊക്കെ നിലനിൽപ്പാണ് ഈ രാഷ്ട്രീയം എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് ഈ PC ജോർജ് അവസാനം പറയുന്നുണ്ടല്ലേ, ശോഭാ സുരേന്ദ്രനെ പോലെ ഇത്ര സ്ത്രീകളിൽ അല്ലെങ്കിൽ ഇത്ര ഉന്നതികളിൽ എത്തിയിട്ടുള്ള ഒരു നേതാവ് വേറെ ഇല്ലാന്ന്. ഉളുപ്പുണ്ടോ തനിക്കൊക്കെ? താനൊക്കെ കേരളീയരെ പറയിപ്പിക്കാൻ വേണ്ടി ഉണ്ടായ പാഴ് ജന്മമെന്നല്ലേ നമുക്ക് ഇതിനെയൊക്കെ കുറിച്ചിട്ട് പറയാൻ പറ്റത്തുള്ളൂ. എന്തൊരു മാനവും അഭിമാനമുള്ള ആൾക്കാരാണ് ഇവരൊക്കെ. എന്നാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ഒരു വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും കമന്റുകൾ അറിയിക്കാം. മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. ശുഭപ്രതീക്ഷയിൽ നിങ്ങളുടെയൊക്കെ സ്വന്തം വെനീസ് ടു എന്റർടൈൻമെന്റ്.